ബേപ്പൂര് മാറും. ഒരു അട്ടിമറി ഉണ്ടാകും. തീർച്ചയായിട്ടും സംഭവിക്കും. 1977 ശേഷം LDFിന്റെ കുത്തകയാണ്. അവിടെ ഒരു മാറ്റത്തിന്റെ അലയൊലികൾ ഉയരുന്നുവെന്ന് തന്നെയാണോ? അല്ല, കുത്തകൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. 1977 എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ജനങ്ങളുടെ പകുതി മരിച്ചു കഴിഞ്ഞു. ആ കാലം തീർന്നു. ഇപ്പോൾ കോട്ടയില്ല, കൊത്തകയില്ല, ജനമാണ് തീരുമാനിക്കുന്നത്. ജനം ഇവിടെ ഒരു കോട്ടയായി മാറുകയാണ്. ആ കോട്ട ഇവിടെ ജനങ്ങൾ പണിത് ഈ പറയുന്ന ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായിസത്തെ ആ കോട്ടക്ക് പുറത്തേക്ക് ജനങ്ങളാക്കും. പ്രചാരണ രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നമുക്കിപ്പം ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ ചേരുകയാണ്. വലിയ ആവേശമാണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ ആവശ്യത്തിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് കുറവിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. കേരളത്തിലൊട്ടാകെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി മാറ്റം ആഗ്രഹിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ബേപ്പൂര് മാറും. ഒരു അട്ടിമറി ഉണ്ടാകും. തീർച്ചയായിട്ടും സംഭവിക്കും. 1977 ശേഷം LDFിന്റെ കുത്തകയാണ്. അവിടെ ഒരു മാറ്റത്തിന്റെ അലയൊലികൾ ഉയരുന്നുവെന്ന് തന്നെയാണോ? അല്ല, കുത്തകൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. 1977 എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ജനങ്ങളുടെ പകുതി മരിച്ചു കഴിഞ്ഞു. ആ കാലം തീർന്നു. ഇപ്പോൾ കോട്ടയില്ല, കൊത്തകയില്ല, ജനമാണ് തീരുമാനിക്കുന്നത്. ജനം ഇവിടെ ഒരു കോട്ടയായി മാറുകയാണ്. ആ കോട്ട ഇവിടെ ജനങ്ങൾ പണിത് ഈ പറയുന്ന ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായിസത്തെ ആ കോട്ടക്ക് പുറത്തേക്ക് ജനങ്ങളാക്കും. നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. അല്ല, ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ല. ഞാൻ 3 മാസമല്ല ഇവിടുത്തെ ഒരു 10-70,000 ആളുകളെ ഞാൻ ഫേസ് ടു ഫേസ് കണ്ടിട്ടുണ്ട്. ഒരു 15,000 ആളുകൾക്കെങ്കിലും ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു 10-30,000 ആളുകളോട് ഞാൻ സംവദിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വളരെ വളരെ പോസിറ്റീവാണ്. ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്, അത് ഇവിടെ അലവലിക്കും. ആ വിശ്വാസമാണോ? അല്ല, ഭരണവിരുദ്ധ തരംഗം ആൻറ്റി പിണറായി തരംഗമാണ്. ഭരണവിരുദ്ധ തരംഗമല്ല, ആൻറ്റി പിണറായി തരംഗമാണ്. അത് കേരളത്തിൽ നന്നായിട്ട് ആഞ്ഞു വീശും. ഈ തീരദേശ മേഖലയിലൊക്കെ ഏറെ ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചാരണം ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളുടെ പൾസ് എങ്ങനെയാണ്? തീരദേശത്തൊക്കെ പട്ടിണിയാണല്ലോ. ഏറ്റവും പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളാണ്. 2 ദിവസം കടലിൽ പോകാൻ കഴിഞ്ഞാൽ അവർ പട്ടിണിയാണ്. അവർക്ക് റേഷനില്ല. അവർക്ക് മുമ്പ് കിട്ടിയിരുന്ന സബ്സിഡി മണ്ണെണ്ണ ഇല്ല. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് കിട്ടിയിട്ട് 3 വർഷം കഴിയുകയാണ്. CR-സെറ്റ് നിയമത്തിൻ്റെ പേരിൽ അവർക്കൊരു കക്കൂസിൻ്റെ കുഴി പോലും കുഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ അവരുടെ ജീവിതം എല്ലാ നിലക്കും പരിതാപകരമായ അവസ്ഥയിലാണ് തീരദേശമുള്ളത്. അവർ പ്രതികരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ആ പ്രതികരണം ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഇതുപോലെയുള്ള നയങ്ങൾക്കെതിരെയും നിരുത്തരവാദിത്തത്തിനെതിരെയായിരിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് LDFിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു BJPക്ക് വേണ്ടിയും. രണ്ടുപേരും നേരത്തെ ഈ മണ്ഡലത്തിലെ ഏറെ സുപരിചിതരായ ആളുകളാണ്. അതിലേറെ സുപരിചിതനാണ് ഞാൻ. ഇവരൊക്കെ എന്താ പറയുക, മേൽത്തട്ടിൽ മാത്രം ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അടിത്തട്ടില്ല. അവർക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളെക്കാട്ടിലും ഇരട്ടി ഒരു 5,000 ആളെ പേര് വിളിച്ച് എനിക്ക് ഇവിടെ സംസാരിക്കാൻ സാധിക്കും. അവർക്കൊരു 2,000 ആളെ പേര് പറയാൻ പറ്റും അവർക്ക്. അത് ഈ 3 മാസം കൊണ്ട് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ഇടപഴകിയിട്ട് ഞാനുണ്ടാക്കിയ ബന്ധമാണ്. കൊല്ലങ്ങളുടെ കണക്കും മത്സരിച്ച കണക്കും മന്ത്രിയുടെ MLAയുടെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊന്നും ഇവിടുത്തെ താഴേക്കിടയിലുള്ള ഇടത്തരക്കാരായിട്ടുള്ള സാധാരണ പൊതുപ്രവർത്തകരും ജനങ്ങളുമായിട്ടും പേഴ്സണലായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊക്കെ മുതലാളിമാരെ വീട്ടിൽ പോവുക, ചോറുണ്ണ, അവിടെ അത്താഴം കഴിക്കുക, പോവുക എന്നതിലപ്പുറം താഴേക്ക് ഭൂമിയിലേക്ക് നോക്കിയത് തന്നെ മുഹമ്മദ് റിയാസ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ടല്ലേ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അതിനു മുമ്പ് ജനങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഹായ് ബൈ അല്ലാതെ? മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണായുധം. ഏറ്റവും വലിയ വിഷയം വികസന മുരടിപ്പാണ്. ആരോഗ്യരംഗം പരിതാപകരമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു കോളേജില്ല. ഒറ്റ പഞ്ചായത്തായി മണ്ഡലത്തിലുള്ള കടലുണ്ടി. അവിടെ ഒരു UP സ്കൂളില്ല ഗവൺമെൻറ്, ഒരു ഹൈസ്കൂളില്ല ഗവൺമെൻറ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്ല. ഇത്രയും പെൺകുട്ടികളുള്ള ഈ മണ്ഡലത്തിൽ ഒരു വനിതകൾക്കായിട്ടുള്ള ഒരു സ്കൂൾ സംവിധാനമില്ല. ഒരു സ്കൂളിൽ പോലും, ഗവൺമെൻറ് സ്കൂളിൽ പോലും സർക്കാരിൻ്റെ വകയായോ MLAയുടെ വകയായിട്ടോ കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള MLA ഫണ്ടിൽ നിന്ന് 1 രൂപ മുഹമ്മദ് റിയാസ് കൊടുത്തിട്ടില്ല. 23 ബസ് കൊടുത്തിട്ടുണ്ട് PV അൻവർ നിലമ്പൂരിലെ ഗവൺമെൻറ് സ്കൂളുകൾക്ക്. 1 ബസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിന് ഉത്തരം പറയണ്ടേ? ഒരു KSRTC ബസ് ഓടുന്നില്ല ഈ മണ്ഡലത്തിൽ. ജനങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? ആരാണ് ഉത്തരവാദി? ഇതൊക്കെ ജനങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്ന ജനങ്ങളോട് നമ്മളത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. റോഡ് ഷോയിൽ വലിയ ആൾക്കൂട്ടമാണ്, വലിയ ജനനിബിഡമായിട്ടുണ്ട്. അല്ല, ഈ ജനത്തിൻ്റെ ഇരട്ടിയാവും. നിങ്ങൾക്ക് കാണാം, ഓരോ 2-3 ദിവസം കൂടുന്തോറും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന്. അപ്പോൾ അത് ഇരട്ടിയാകുകയുള്ളൂ. കാരണം ജനങ്ങൾ ആവേശത്തിൽ ആര് തടുത്താലും നിൽക്കില്ല. പിണറായി നേരിട്ട് വന്ന് ഫറൂഖ് പാലത്തിൻ്റെ മുകളിൽ ഒരു കസേര ഇട്ട് ഇരുന്നിട്ട് ഇതിനങ്ങ് നിയന്ത്രിച്ച് കളയാൻ അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ ബേപ്പൂരിൽ നടക്കില്ല. ജനങ്ങൾ തിരിഞ്ഞു നോക്കില്ല. വലിയ ആവേശത്തിലാണ് PV അൻവറും UDF ക്യാമ്പും.
കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.